നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 മാർച്ച് 27 വ്യാഴം. മുണ്ടക്കൈ ടൗൺഷിപ്പിന് ഇന്ന് മുഖ്യമന്ത്രി കല്ലിടും. വിരിയും പുതുപുഞ്ചിരി. ഉയരുന്നത് അതിജീവനത്തിൻ്റെ മഹാമാതൃക, മറികടക്കുന്നത് കേന്ദ്ര അവഗണനയെയും. വായ്പ എഴുതിത്തള്ളണം ഹൈക്കോടതി. മൊറട്ടോറിയം പരിഹാരമല്ല, ബാങ്കുകളുടെ നിലപാട് അനുചിതം. കേന്ദ്രം വിശദ സത്യവാങ്മൂലം സമർപ്പിക്കണം. അർജന്റീന ഒക്ടോബറിൽ കൊച്ചിയിലെത്തും. വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യുന്ന ദേശാഭിമാനി കോഴിക്കോട് ഓഫീസ്. ദേശാഭിമാനി കോഴിക്കോട് യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനം ഇന്ന് രാവിലെ 10-ന് പിണറായി വിജയൻ നിർവഹിക്കും. ഇഡിയുടേത് അട്ടിമറി, ജനകീയ പ്രതിഷേധം ഉയരും. നാളെ കൊച്ചി ഇഡി ഓഫീസിലേക്ക് ജനകീയ മാർച്ച്. ഏരിയ ജില്ലാ അടിസ്ഥാനത്തിലും പ്രതിഷേധം. കുറ്റപത്രം ശുദ്ധ അസംബന്ധമെന്ന് എം.വി. ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവ് ഇഡിയുടെ സംരക്ഷണയിൽ. ബി.ജെ.പിയെ സംരക്ഷിക്കാൻ കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറിച്ച ഇഡിക്കെതിരെ ശക്തമായ ജനകീയ വികാരം ഉണരണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. കേസ് ശാസ്ത്രീയമായി എങ്ങനെ ഇല്ലാതാക്കാം എന്നതിൻ്റെ ഗവേഷണമാണ് ഇഡി നടത്തിയത്. ഇതിൻ്റെ തെളിവാണ് കോടതിയിൽ നൽകിയ കുറ്റപത്രം. ഇഡി രാഷ്ട്രീയ പ്രേരിതമായാണ് ഇടപെടുന്നതെന്ന് പാർട്ടി നേരത്തെ പറഞ്ഞത് ശരിവെക്കുന്നതാണിത്. ഇഡി മുൻ ഡയറക്ടർ മോദിയുടെ ഉപദേശകൻ. ബി.ജെ.പിക്ക് വേണ്ടി രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ കൂട്ടമായി വേട്ടയാടിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻ ഡയറക്ടർ സഞ്ജയ് കുമാർ മിശ്രയെ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ പൂർണ്ണസമയ അംഗമായി നിയമിച്ചു. സെക്രട്ടറിക്ക് തുല്യമായ പദവിയിലും ശമ്പളത്തിലുമാണ് നിയമനം. സാമ്പത്തിക ഉപദേശക സമിതി മുൻ ചെയർമാൻ ബിബേക് ദെബ്രോയി അന്തരിച്ച ഒഴിവിലാണിത്. സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്നാണ് 2023 സെപ്റ്റംബർ 15-ന് മിശ്രയ്ക്ക് ഇഡി ഡയറക്ടർ സ്ഥാനം ഒഴിയേണ്ടി വന്നത്. മിശ്രയുടെ കാലാവധി പലവട്ടം സർക്കാർ നീട്ടിക്കൊടുത്തിരുന്നു. ഇതിനെതിരായ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതി മിശ്രയെ പുറത്താക്കിയത്. പ്രതിപക്ഷ നേതാവ് ഇഡിയുടെ സംരക്ഷണയിൽ. ഇഡിയെ വെള്ളപൂശുന്ന നിലപാട് കോൺഗ്രസിനെന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഇഡിയുടെ സംരക്ഷണയിലാണ്. കൊടകരയിൽ കുഴൽപ്പണം എത്തിച്ച സംഘം ഷാഫി പറമ്പിലിന് 4 കോടി രൂപ കൊടുത്തെന്ന് കെ. സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം പ്രതിപക്ഷ നേതാവോ ഷാഫിയോ നിഷേധിച്ചിട്ടില്ല. നിരപരാധികളെ കുറ്റവാളികളാക്കുകയും കുറ്റവാളികളായ ബി.ജെ.പിക്കാരെ സംരക്ഷിക്കുന്നതുമാണ് ഇഡിയും ആദായനികുതി വകുപ്പ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെയും നിലപാടെന്ന് എം.വി. ഗോവിന്ദൻ. SSLC പരീക്ഷ കഴിഞ്ഞ സന്തോഷത്തിൽ യാത്ര പറയുന്ന വിദ്യാർത്ഥിനികൾ. കൊല്ലം സെന്റ് ജോസഫ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള ദൃശ്യം. മാറിടത്തിൽ സ്പർശിക്കുന്നത് ബലാത്സംഗ ശ്രമമല്ല, വിവാദ ഉത്തരവിന് സ്റ്റേ. അലഹബാദ് ഹൈക്കോടതി വിധി സുപ്രീം കോടതിയാണ് തടഞ്ഞത്. പരാമർശം മനുഷ്യത്വരഹിതം. ദേശീയപാത ആദ്യ റീച്ച് 92% പൂർത്തിയായി. തുറന്നടിച്ച് കോൺഗ്രസ് കോട്ടായി മണ്ഡലം പ്രസിഡന്റ്. ദളിത് വനിതാ നേതാവിനെ അപമാനിച്ചവർക്ക് പാർട്ടിയിൽ പിന്തുണ. പാലക്കാട്. ദളിത് വനിതാ നേതാവിനെ പരസ്യമായി അപമാനിച്ചവർക്ക് പാർട്ടിയിൽ എല്ലാ പിന്തുണയും ലഭിക്കുന്നത് വലിയ അപമാനമാണെന്ന് കോട്ടായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ. മോഹൻകുമാർ. അവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കത്ത് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും മറുപടിയില്ല. തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടാത്തതിൽ ദുരൂഹത. മന്ത്രി. SUCI നേതൃത്വത്തിലുള്ള സമരത്തിൽ ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് മന്ത്രി M.B. രാജേഷ്. SUCI സമരം INTUC പങ്കെടുക്കണമെന്ന് പറയാൻ ആർക്കും അധികാരമില്ല. ചന്ദ്രശേഖരൻ. തൊഴിലാളി സംഘടനകളുമായി കൂടിയാലോചനയില്ലാതെ SUCI നടത്തുന്ന സമരത്തെ പിന്തുണയ്ക്കാനാകില്ലെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ. അതിനെ ജനകീയ മുന്നേറ്റമെന്ന് പറയാനാകില്ല. BJP ഓഫീസിൽ ഏറ്റുമുട്ടൽ, പോസ്റ്റർ യുദ്ധം. പുറത്തിറങ്ങാതെ പ്രസിഡന്റ്. കോൺഗ്രസുകാരിൽ നിന്നും പണം വാങ്ങി രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തിയ ആളാണ് രാജേഷ് എന്നാണ് പോസ്റ്റർ. BJP സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് പിന്നാലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് ഏറ്റുമുട്ടലും പോസ്റ്റർ യുദ്ധവും. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മാരാർജി ഭവനിൽ ഇരിക്കുമ്പോഴാണ് മുറ്റത്ത് ഇരു വിഭാഗങ്ങൾ ഏറ്റുമുട്ടിയത്.
BJP കുഴൽപ്പണക്കടത്ത് പോലീസ് കണ്ടെത്തൽ ED മുക്കി. കൊടകര കള്ളപ്പണക്കടത്തിൽ BJP നേതാക്കളുടെ പങ്ക് വ്യക്തമാക്കി കേരള പോലീസ് നൽകിയ റിപ്പോർട്ട് ED മുക്കി. കള്ളപ്പണ ഇടപാടും ഉറവിടവും അന്വേഷിക്കാതെ കവർച്ചക്കേസ് മാത്രമാണ് ED അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. ED വക ധർമ്മരാജന്റെ വ്യാജമൊഴി. കൊടകര കുഴൽപ്പണക്കേസിൽ ED നൽകിയ കുറ്റപത്രത്തിൽ ഏജന്റ് ധർമ്മരാജന്റേതായി കൊടുത്ത മൊഴി മുൻപ് നൽകിയ മൊഴിയിൽ നിന്ന് വ്യത്യസ്തം. കൊടകരയിൽ കവർച്ച ചെയ്യപ്പെടുന്ന കുഴൽപ്പണമല്ലെന്നും ആലപ്പുഴയിലെ ട്രാവൻകൂർ പാലസിലെ സ്ഥലം വാങ്ങാൻ കൊണ്ടുവന്ന പണമാണെന്നും ധർമ്മരാജൻ മൊഴി നൽകിയെന്നാണ് ED കുറ്റപത്രത്തിലുള്ളത്. ട്രാവൻകൂർ പാലസ് വിൽക്കാനിട്ടിട്ടില്ല. റിപ്പോർട്ട് തള്ളി തുഷാർ. ആലപ്പുഴയിലെ വെള്ളാപ്പള്ളി ഗ്രൂപ്പിന്റെ ട്രാവൻകൂർ പാലസ് വിൽക്കാനുണ്ടെന്ന് ആരോടും പറഞ്ഞിട്ടില്ലെന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. വാങ്ങാൻ ആരും തന്നെ സമീപിച്ചിട്ടുമില്ല. അങ്ങനെ കുഴൽപ്പണം വന്ന വഴി. 2021 മാർച്ച് 5 തുടങ്ങിയ പണ കൈമാറ്റം 2021 ഏപ്രിൽ 3 3.5 കോടി കൊടകരയിൽ കവർച്ച ചെയ്യപ്പെട്ടതുവരെയാണ് കുഴൽപ്പണത്തിന്റെ നാൾ വഴികൾ. ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും ED പറയുന്നു ആലപ്പുഴ ബംഗ്ലാവ് വാങ്ങിക്കാൻ കൊണ്ടുപോയ പണമാണെന്ന്. ED കുറ്റപത്രം നൽകി. കെ ബാബുവിന് വരവിൽ കവിഞ്ഞ സ്വത്ത്. മറ്റ് പത്രങ്ങൾക്കും മറ്റ് ചാനലുകൾക്കും ഒരു പരാതിയുമില്ല, അവർക്കൊരു ചർച്ചയുമില്ല, അവർക്ക് ഈ പറയുന്ന ആളെ അറിയത്തതുമില്ല കെ ബാബുവിനെ. ED കുറ്റപത്രം നൽകുകയും കെ ബാബുവിന് വരവിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടും കെ ബാബു ആരാണെന്ന് തിരഞ്ഞു നടക്കുകയാണ് ഇവിടുത്തെ ചാനലുകൾ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കോൺഗ്രസ് നേതാവും MLAയും മുൻ മന്ത്രിയുമായ കെ ബാബുവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. നേതാക്കളെ രക്ഷിക്കുന്നു. തിരൂർ സതീഷ്. കൊടകര കുഴൽപ്പണക്കടത്ത് കേസിൽ ED കോടതിയിൽ നൽകിയ കുറ്റപത്രം BJP നേതാക്കളെ സംരക്ഷിക്കാനെന്ന് BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ സെക്രട്ടറിയായിരുന്ന തിരൂർ സതീഷ്. ദേശാഭിമാനി എഡിറ്റോറിയൽ. ED എന്ന ഉപശാഖ. കൊടകര കുഴൽപ്പണക്കേസിന്റെ പരിസമാപ്തി മറ്റൊന്നാകില്ലെന്ന് 2014 മുതൽ ഇന്ത്യൻ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും ഊഹിക്കാവുന്നതേയുള്ളൂ. BJPക്കാരോ അനുകൂലികളോ കൊടുംകുറ്റം ചെയ്താലും രക്ഷിക്കുകയും ശത്രുപക്ഷത്തുള്ളവർ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും വേട്ടയാടി പിടികൂടുകയും ചെയ്യുന്നതാണ് കേന്ദ്ര ഏജൻസികളുടെ ശൈലി. ആ പരമ്പരയിലെ ഒടുവിലത്തെ അധ്യായമാണ് കൊടകര. 2021 ഏപ്രിൽ 3 BJPയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചാക്കിൽ പണം ഇറക്കിയ ശേഷം ബാക്കി ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ദേശീയപാതയിൽ കൊടകരയിൽ വെച്ച് 3.5 കോടി രൂപ തട്ടിയെടുത്തതാണ് സംഭവം. ഇതേ തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിലാണ് വമ്പൻ കുഴൽപ്പണക്കടത്തിന്റെ ഇരുട്ടറകൾ തുറന്നത്. ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം തെറിച്ച കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾക്ക് കുഴൽപ്പണക്കടത്തിലുള്ള പങ്ക് വ്യക്തമാക്കുന്നതാണ് പോലീസിന്റെ കുറ്റപത്രം. 23 പ്രതികളുള്ള കേസിന്റെ 625 പേജുള്ള കുറ്റപത്രത്തിൽ സുരേന്ദ്രന്റെ മകൻ ഹരികൃഷ്ണനും മാത്രമല്ല സംഘടനാ സെക്രട്ടറി M ഗണേശൻ, തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, മേഖലാ സെക്രട്ടറി കാശിനാഥൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ഹരി, ട്രഷറർ സുജയ് സേനൻ, ആലപ്പുഴ ജില്ലാ ട്രഷറർ KG കർത്ത തുടങ്ങി 219 സാക്ഷികളുണ്ട്. BJP നേതാക്കളെ ചോദ്യം ചെയ്തതിന്റെ വിശദാംശങ്ങൾ, ധർമ്മരാജൻ ഇവരുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങൾ എന്നിവയടക്കമുണ്ട്. 100 മുസ്ലിങ്ങൾക്കിടയിൽ 50 ഹിന്ദുക്കൾ സുരക്ഷിതരല്ല. വിദ്വേഷം ആവർത്തിച്ച് ആദിത്യനാഥ്. മസ്ജിദ് പൊളിക്കുമെന്ന് ഭീഷണി മുഴക്കി ഹിന്ദുത്വ നേതാവ്. രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ വീണ്ടും വിദ്വേഷ പരാമർശവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥ്. മന്ത്രിസഭാ യോഗം അനുമതി നൽകി. വിഴിഞ്ഞത്ത് പുതിയ മീൻപിടുത്ത തുറമുഖം. 271 കോടി രൂപയുടെ പദ്ധതി. അനുബന്ധ സൗകര്യത്തിന് 146 കോടി രൂപയുമാണ് ആദ്യ പാക്കേജിൽ ചിലവാക്കുക. വിഴിഞ്ഞത്ത്
പുതിയ മീൻപിടുത്ത തുറമുഖം നിർമ്മിക്കാൻ മന്ത്രിസഭാ യോഗം അനുമതി നൽകി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ഭാഗമാണിത്. നിലവിലുള്ള മീൻപിടുത്ത തുറമുഖത്തിന് പ്രവേശന കവാടത്തിന്റെ സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്താൻ പുലിമുട്ട് നിർമ്മിക്കും. പെരുന്നാൾ 1,00,000 കടന്ന് വിമാന ടിക്കറ്റ് നിരക്ക്. 15 ദിവസം മുമ്പ് 40,000 രൂപ വരെ ഉണ്ടായിരുന്ന ടിക്കറ്റിനാണ് 1,50,000-ത്തിലധികമായി ഉയർത്തിയത്. നിരക്ക് വർധന മെയ് അവസാനം വരെ തുടർന്നേക്കും. ചേർത്തുപിടിക്കാം വയനാടിനെ. പുനരധിവാസത്തിന്റെ കേരള മാതൃക. വയനാട് മാതൃകാ ടൗൺഷിപ്പ് ശിലാസ്ഥാപനം മാർച്ച് 27, 2025 4 മണിക്ക് എൽസ്റ്റൺ എസ്റ്റേറ്റ്, കൽപ്പറ്റ.